മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. അപ്പം ഹബീബി, നമ്മുടെ മാത്സ് പരീക്ഷ അതുകൊണ്ട് അടുത്തെത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പം മാത്സ് പരീക്ഷയുടെ കാര്യത്തിൽ നമ്മുടെ മക്കൾ രണ്ട് തട്ടിലാണ്. കുറേ കുട്ടികൾക്ക് A+ വേണം, കുറേ കുട്ടികൾക്ക് പാസ്സായി കിട്ടിയാൽ മതി അല്ലേ? അപ്പോൾ ഈ രണ്ട് വിദ്യാർത്ഥികളും എന്നോട് കുറേ ദിവസമായിട്ട് വാട്സപ്പിലായാലും അതേപോലെ തന്നെ നേരിട്ട് കോളിലൂടെ ആയാലും നമ്മുടെ യൂട്യൂബിലെ കമൻറ്റിലൂടെ ആയിട്ടും ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ A+ വാങ്ങാനുള്ള ഉടായ്പകൾ എന്തൊക്കെയാണ് മാഷേ, അതേപോലെ തന്നെ പാസ്സായി കിട്ടാനുള്ള ഉടായ്പകൾ എന്തൊക്കെയാണെന്ന് മാഷേ എന്നാണ് അല്ലേ? അപ്പോൾ എന്തായാലും മക്കളെ, നിങ്ങൾക്ക് രണ്ട് പേർക്കുമുള്ള, അതായത് A+ വാങ്ങാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് A+ലേക്ക് എത്താനുള്ളതും അതുപോലെ തന്നെ ഒന്നും അറിയാത്ത, അതായത് കണക്കിൻ്റെ ഒരു ABCD പോലും, കണക്കിലെന്ത് ABCD അല്ലേ, എന്തായാലും വേണ്ടിയില്ല, കണക്കിൻ്റെ ഒരു ഒലക്കയുടെ മൂട് പോലും അറിയാത്ത മക്കൾക്ക് ഒന്ന് പാസ്സായി കിട്ടാനുള്ള കുറച്ച് ട്രിക്കുകളുമായിട്ടാണ് ഇന്നൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ട്രിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് പരീക്ഷാ പേപ്പറിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ A+ കിട്ടാനുള്ള മക്കൾക്ക് A+ കിട്ടും, പാസ്സായി കിട്ടാനുള്ള മക്കൾക്ക് പാസ്സാവുകയും ചെയ്യും. അത് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം A+ കിട്ടാനുള്ള മക്കൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഞാനൊന്ന് പറഞ്ഞുതരാം. A+ കിട്ടാൻ ആദ്യം ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ? നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളൊക്കെ നമ്മളെ പറ്റാവുന്ന രീതിയിൽ പരമാവധി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചില കുട്ടികൾ ഏവറേജ് ലെവലിൽ മാത്സ് ഒരു അത്യാവശ്യമൊക്കെ അറിയുന്ന, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഹാഫ് ഇയർലി എക്സാമിനും മോഡൽ എക്സാമിനൊക്കെ മാത്സിൽ ഒരു 50 മാർക്ക് അല്ലെങ്കിൽ 50-നും 60-നും ഇടയിലൊക്കെ മാർക്ക് വാങ്ങുന്ന കുട്ടികളുണ്ടാവും. ഇനി അതും പോട്ടെ, അല്ലെങ്കിൽ ഒരു 40-ന് മുകളിലെങ്കിലും മാർക്ക് വാങ്ങുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഒന്ന് ശ്രമിച്ചാൽ A+ കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അതിൻ്റെ താഴേക്കുള്ള കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് പഠിച്ചാൽ ഇനിയും ഈ 1-2 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് A+ലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ജനറലി ഒരു 50-ന് മുകളിലൊക്കെ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് A+ ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, ഒന്ന് A+ വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും ഈ 50-നൊക്കെ മുകളിൽ മാർക്ക് കിട്ടുന്നതിൽ ഭൂരിഭാഗം കുട്ടികളും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ, നമുക്കിപ്പോൾ ടോട്ടൽ 10-11 ചാപ്റ്റർ ഉണ്ടല്ലോടാ. അപ്പോൾ ആ ചാപ്റ്ററിൽ ഒരു 6 ചാപ്റ്ററെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 6 ചാപ്റ്ററെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് കൺസ്ട്രക്ഷൻസ് വരുന്ന നമ്മുടെ ടാൻജൻസ്, അതേപോലെ തന്നെ സർക്കിൾസ്, അതായത് വൃത്തങ്ങൾ, പിന്നെ തൊടുവരകൾ അല്ലേ, പിന്നെ അതേപോലെ തന്നെ സോളിഡ്സ്, ഘനരൂപങ്ങളുടെ ചാപ്റ്റർ ഉണ്ട്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും അതിന് അത്യാവശ്യം മാർക്കിന് ചോദ്യങ്ങൾ വരും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു 4-5 ചാപ്റ്റർ, പിന്നെ ട്രിഗ്നോമെട്രി, ത്രികോണമിതി, ഇങ്ങനെ ഒരുപാട് മാർക്കിന് ചോദിക്കുന്ന ചില ചാപ്റ്ററുകളുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററുകൾ പരമാവധി ഒഴിവാക്കാതിരിക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് എളുപ്പമുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് സ്ഥിതി വിവരക്കണക്ക്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, പ്രോബബിലിറ്റി, അതായത് സാധ്യതകളുടെ ഗണിതം, ഇങ്ങനെയുള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സ് വളരെ ഈസി ആയിട്ട് ഈ പറഞ്ഞ A+ വാങ്ങാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഈ ചാപ്റ്റർ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എന്ന് ചോദിച്ചാൽ ഈ ചാപ്റ്ററും കൂടി ഒന്ന് പഠിക്കാം. അപ്പം തന്നെ നിങ്ങളൊരു 6 ചാപ്റ്ററോളം ഏകദേശം കവർ ചെയ്യുന്ന ലെവലിലേക്ക് എത്തി. ബാക്കിയുള്ള ചാപ്റ്ററുകളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, എന്താണ് ചാപ്റ്റർ, അതേപോലെ തന്നെ അതിനുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ തെളിയിക്കാനുള്ള വലിയ കണക്കുകളുണ്ടെങ്കിൽ ആ കണക്കുകളൊക്കെ നോക്കി വെക്കുക. അതേപോലെ തന്നെ വല്ല ഇക്വേഷൻസ് വരുന്ന, ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രിയിലൊക്കെ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ സൂത്രവാക്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് കഴിയില്ലെങ്കിലും ഏകദേശം അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പാറ്റേൺ എങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഞാനൊരു ഏവറേജുകാരുടെ കാര്യം പറയുന്നത് കേട്ടോ. നന്നായിട്ട് പഠിക്കുന്നവർ എന്തായാലും അവർ ഫുൾ ചാപ്റ്ററുകൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പക്ഷെ അവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഏവറേജുകാരാണെങ്കിൽ ഇത്ര ഒരു 6 ചാപ്റ്ററെങ്കിലും മിനിമം പഠിച്ചിരിക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മുഴുവൻ ചാപ്റ്ററും പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. പക്ഷേ ഇനിയിപ്പോൾ ഈ 1-2 ദിവസം, ഞാനിപ്പോൾ ചെയ്യുന്ന തന്നെ കണക്ക് പരീക്ഷയുടെ ഒരു ദിവസം, അതായത് ശനിയാഴ്ചയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്, തിങ്കളാഴ്ചയാണുള്ള പരീക്ഷ. അപ്പോൾ അധികം സമയമില്ല, ആകെ ഇനിയൊരു 48 മണിക്കൂർ എങ്ങാനും ഇനി സമയമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചാപ്റ്ററുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശരാശരിക്കാരനായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറാം മല തന്നെയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 5-6 ചാപ്റ്ററുകൾ, അല്ലെങ്കിൽ ഈ സ്പെഷ്യലൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞ ഈ ചാപ്റ്ററുകളെങ്കിലും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടൊന്ന് പഠിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് റെഫറൻസ് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ ചാനലുകൾ കാണാം. നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ ഫ്യൂച്ചറാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇന്നയാളുടെ ചാനൽ കാണൂല, ഇന്നയാളുടെ വീഡിയോ ഞാൻ കാണാമെന്ന് വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആരുടെ ക്ലാസ് ആണോ മനസ്സിലാവുന്നത് അവരുടെ ചാനലുകൾ കണ്ട് അവരുടെ വീഡിയോകൾ കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരെയും അതേപോലെ തന്നെ നിങ്ങളുടെ ട്യൂഷൻ സെൻ്ററിലെ ടീച്ചർമാരുടെ ഒക്കെ ഹെൽപ്പ് നിങ്ങൾക്ക് നേടാം. അതേപോലെ ഗൈഡുകൾ നോക്കാം. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള നോട്ട് പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ബുക്ക് അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ റെഫർ ചെയ്യാം. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായിട്ടും റെഫർ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാഠഭാഗങ്ങളിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടും മക്കളെ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് പരമാവധി ഈ ഒരു ദിവസങ്ങളിലൊന്ന് പ്രിപ്പയർ ചെയ്യുക, ഏറ്റവും മാക്സിമം പ്രിപ്പയർ ചെയ്യുക. കഴിയെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞ 6 ചാപ്റ്ററുകളും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താ വെച്ചാൽ കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞൊരു മുതൽ കിട്ടില്ല നമുക്ക്. ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ, നിങ്ങൾ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസിനെ 3
3 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യുക. 3 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങളൊരു 5-6 ചാപ്റ്റർ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ അതിന് ഉറപ്പാണ് നിങ്ങൾക്കൊരു 40 മാർക്കിൻ്റെ മേലെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്ന ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഉറപ്പാണ്. ആ 6 ചാപ്റ്ററിന് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കുന്ന 6 ചാപ്റ്ററിന് ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു 40 മാർക്കിൻ്റെങ്കിലും ക്വസ്റ്റ്യൻസ് വരും. അത് ഉറപ്പാണല്ലോ അല്ലേ? നമുക്ക് ഏതാണ്ട് 30നോടടുത്ത് ഒരു 28-29 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു എക്സാമിന് ചോദിക്കുക, മാത്സ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളൊരു 6 ചാപ്റ്റർ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും ഏറ്റവും മികച്ച മിനിമം എന്ത് ചെയ്യും അറിയാൻ ചാൻസ് ഉണ്ട്. ആ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഒന്ന് മാറ്റി വെക്കുക. നമ്മൾ കൂൾ ഓഫ് ടൈമിൻ്റെ കാര്യമായിട്ട് പറയുന്നത്, കൂൾ ഓഫ് ടൈമിൽ ഈ 10 ക്വസ്റ്റ്യൻ എനിക്ക് പൂർണ്ണമായിട്ടും ശരിയാവുന്ന ചോദ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ചൊക്കെ ഏകദേശം ഒരു പരിചയമുള്ള ക്ലാസ് എടുത്ത ഓർമ്മയിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻ എങ്കിലും എന്തായാലും ഉണ്ടാവുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതായത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് ഉത്തരം പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ലെങ്കിലും ഏകദേശമൊക്കെ ശരിയിലേക്ക് എത്തിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒന്ന് മാറ്റി വെക്കുക. ഒരു 2-3-4 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾക്ക് വേണം പേരിട്ടാൽ മതി. നന്നായിട്ട് അറിയാവുന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എ എന്നിടുക, പിന്നെ ഏവറേജ് അറിയുന്നതിന് നിങ്ങൾക്ക് ബി എന്നിടുക. പിന്നെ അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത, നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ചാപ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ഉത്തരം എന്താണെന്ന് പോലും അറിയാത്ത കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാമല്ലോ. ഏവറേജ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ വരും അല്ലേ? കാരണം ഈ ഇപ്പോൾ 40-50 മാർക്കൊക്കെ വാങ്ങുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അറിയാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ എന്തായാലും ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളി. ആ ക്വസ്റ്റ്യൻസ് സി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ആക്കിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുമെന്ന് വിചാരിച്ചോ. ഇനി നിങ്ങൾ എഴുതേണ്ടത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹാൻഡ് റൈറ്റിങ്ങിന് നമ്മുടെ മാത്തമാറ്റിക്സിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും ഒരു പെർഫെക്ഷൻ വേണം. അതായത് അധികം വെട്ടും കുത്തൊന്നും ഇല്ലാതെ കൃത്യമായി വർക്കിംഗ് കോളം കൊടുക്കേണ്ട ചോദ്യങ്ങളാണ് വർക്കിംഗ് കോളം കൊടുക്കണം. എല്ലാ ചോദ്യങ്ങൾക്കും വർക്കിംഗ് കോളം എന്നില്ല. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ വർക്കിംഗ് കോളം വരച്ചിട്ടുണ്ടാ. പകരം എന്ത് വിചാരിച്ചാൽ നിങ്ങൾ നല്ല വൃത്തിയാക്കിയിട്ട് മാർജിനൊക്കെ ഓൾറെഡി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ മാർജിനൊക്കെ വരച്ച് നല്ല വൃത്തിയും മേനയിലും കൊണ്ടെടുക്കുക. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത വെട്ടും കുത്തും വരാത്ത രീതിയിൽ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുക, ആദ്യം നമുക്കൊരു 10 ക്വസ്റ്റ്യൻ, ഒരു ചോദ്യ പേപ്പറിൽ ഒരു 10 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതെങ്കിൽ, അതായത് നിങ്ങൾ എന്ന് മാർക്ക് ചെയ്ത് ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലൊരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ എഴുതുക. ഓക്കെ, ആദ്യം തന്നെ ഒരു 5 ക്വസ്റ്റ്യൻ എഴുതുക. ഉദാഹരണത്തിന് 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏകദേശം ഒരു 15 മാർക്കാണെന്ന് വിചാരിച്ചോ. ആ 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15, അതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവാം, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവാം, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അങ്ങനെ ആ ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി. ഇനി ഒരു 5 ക്വസ്റ്റ്യൻ പെൻഡിങ്ങിൽ ഉണ്ട് കേട്ടോ. ആ 5 ക്വസ്റ്റ്യൻ ഫസ്റ്റ് തന്നെ എഴുതി കഴിഞ്ഞാൽ അത് നോക്കുന്ന പേപ്പർ നോക്കുന്ന ഒരു ടീച്ചർ ഹാപ്പി ആവും തന്നെ. കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടി ആദ്യം അറ്റൻഡ് ചെയ്ത് ഈ 5 ക്വസ്റ്റ്യനും ശരിയാണ്. അപ്പോൾ ഈ കുട്ടി അത്യാവശ്യം മാത്സ് അറിയാവുന്ന ഒരു കുട്ടിയാണ്, A+ എത്താൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണെന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവരെത്തും. ഇതൊന്നും ഞാൻ എൻ്റെ വാക്കുകൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സിനോട് പേപ്പർ വാലിഡേറ്റ് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള അതേപോലെ തന്നെ വിദ്യാർത്ഥികളൊന്ന് നല്ല മാർക്ക് കിട്ടിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന അഭ്യുദയ കാംക്ഷികളായിട്ടുള്ള ഈ നല്ലവരായ ടീച്ചേഴ്സിൻ്റെ സജഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അവർ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ആ ഒരു ഇംപ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്താണ്, കുട്ടി അത്യാവശ്യം ഒരു പഠിക്കുന്ന കാറ്റഗറിയാണ്, അപ്പോൾ ഇവൻ്റെ ഇനി ഉള്ളിലേക്കൊക്കെ അത്യാവശ്യം ശരിയുണ്ടായിരിക്കും എന്നൊരു ധാരണയിലേക്ക് അവരെത്തും. അപ്പോൾ അതുകൊണ്ട് അവരെന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നിങ്ങളിലേക്ക് വന്നാൽ പോലും അതൊന്ന് ശരിയാക്കി തരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് തരാനോ അവരെന്ത് ചെയ്യും, പരമാവധി ശ്രമിക്കും. പിന്നെ ഇപ്രാവശ്യം അരമാർക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇല്ല ആൻസർ കീയിൽ, 1 മാർക്കാണ്. അപ്പോൾ ഇംപ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് 1 മാർക്ക് വരെ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇംപ്രഷൻ കൊണ്ടുപോയിട്ട് ഇട്ടാളരുത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്താ വെച്ചാൽ പരമാവധി അറിയാവുന്നത് എഴുതുന്നു. എന്നിട്ട് പിന്നെ ബാക്കി നമ്മൾ പകുതി മാറ്റി വെക്കണമെന്ന് പറഞ്ഞില്ല, നന്നായിട്ട് അറിയാവുന്നത്. അതെന്തിനാന്ന് വിചാരിച്ചാൽ ആ അറിയാവുന്നത് നിങ്ങൾ ഫസ്റ്റ് തന്നെ എഴുതാം. പക്ഷെ അത് എഴുതുന്നത് ഒരു അഡീഷണൽ പേപ്പറിലായിരിക്കണം. അതായത് നിങ്ങൾക്കിപ്പോൾ സിംഗിൾ ഷീറ്റ് കിട്ടുമല്ലോ, ആ അഡീഷണൽ പേപ്പറിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ അറിയാവുന്നത് എഴുതേണ്ടത്. എന്നിട്ട് ആ പേപ്പർ ഒന്ന് മാറ്റി വെക്കുക. അതിൽ നമ്പർ ഇടരുത്. നിങ്ങൾ പേപ്പറിൻ്റെ മേലെ നമ്പർ ഇടുന്നുണ്ടെങ്കിൽ ആ നമ്പർ അപ്പിടരുത്. ഏറ്റവും ലാസ്റ്റിൽ പിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ തുന്നിക്കെട്ടാനായിരിക്കണം പേപ്പർ. അതെന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മക്കളെ, മിക്കവാറും ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു 90% ടീച്ചേഴ്സും, എല്ലാവരും അങ്ങനെയല്ല, പക്ഷേ ഒരു 90% ടീച്ചേഴ്സും എങ്ങനെയെന്ന് വിചാരിച്ചാൽ പേപ്പർ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ, മാത്സ് എന്നല്ല എല്ലാ പേപ്പറും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് പേജ് ഒന്ന് എടുത്ത് നോക്കും, പിന്നെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മറച്ച് നോക്കും, മറച്ചുള്ളിലൊന്നും വായിച്ച് നോക്കില്ല, പിന്നെ ലാസ്റ്റത്തെ പേജ് ഒന്ന് മറച്ച് നോക്കും. അപ്പോൾ ഈ പേജിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒറ്റ നോട്ടത്തിൽ ശരിയെന്ന് തോന്നുന്ന ഉത്തരങ്ങളാണ് ഉള്ളതെങ്കിൽ ആ കുട്ടി അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണെന്നുള്ളൊരു ധാരണയിലേക്ക് ആ ടീച്ചർമാരെത്തും. അപ്പോൾ അതിനാണ് പറഞ്ഞത് ലാസ്റ്റിലും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒപ്പിക്കുക. ഒരു 5 ക്വസ്റ്റ്യൻ ലാസ്റ്റിലേക്കും 5 ക്വസ്റ്റ്യൻ ഫസ്റ്റിലേക്കും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ മാത്രം നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് വരെ A+ എത്താനുള്ള ഒരു സാധ്യത അവിടെ തന്നെയാണ്. സാധ്യതയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ 100% A+ കിട്ടുന്നല്ല. ഈ 6 ചാപ്റ്റർ പഠിച്ചാൽ 100% നിങ്ങൾക്ക് A+ കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെ
അവിടെ നിങ്ങൾക്കൊരു പോസിബിലിറ്റി ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ കഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ. അത് കഴിയാത്ത കുട്ടികൾക്ക് A+ എത്താനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം പ്രത്യേകിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. അല്ലാതെ അയാൾ പറഞ്ഞു 6 ചാപ്റ്റർ പഠിച്ചാൽ മതി ഫുൾ A+ കിട്ടും എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങളെ കൊണ്ട് ഇനി ഒരിക്കലും ബാക്കിയുള്ള ചാപ്റ്റർ പഠിക്കാൻ പറ്റില്ല എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ നിങ്ങൾ ഇത്രയെങ്കിലും പഠിച്ചിട്ട് ഞാൻ പറയുന്ന പരിപാടി ചെയ്യാം. ഇനി അടുത്ത കാറ്റഗറി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത പേജിലേക്ക് മറിക്കുമ്പോൾ ഈ നിങ്ങൾ 5 ക്വസ്റ്റ്യൻ എഴുതി 6ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ കറക്റ്റായിട്ട് ഇടണേ. നിങ്ങളിപ്പോൾ ഫസ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നതെങ്കിൽ അടുത്ത് ഇനിയിപ്പോൾ 25ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ നമ്പർ കറക്റ്റ് ഇടണം. ഓക്കെ, അല്ലാതെ 1, 2, 3 എന്നുള്ള പാറ്റേണിലല്ല ഇട്ട് പോരേണ്ടത്. എന്നിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ നിങ്ങൾ 2ാമത്തെ കാറ്റഗറി നിങ്ങൾക്കൊരു ഏവറേജ് ലെവലിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അതായത് നിങ്ങൾ B എന്ന് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതായത് അതിൽ നിന്ന് അതിൻ്റെ ഒരു പകുതി നിങ്ങളിപ്പോൾ B എന്ന കാറ്റഗറിയിലുള്ള ഒരു 5 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് അറിയാവുന്നത്, അത്യാവശ്യം അറിയാവുന്ന ഉത്തരത്തിലേക്ക് ഏകദേശം എത്തുന്ന ക്വസ്റ്റ്യൻസ് ഒരു 5 എണ്ണം ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ അതിലൊരു 2 or 3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എഴുതാം. ഓക്കെ, ഇനി അതെല്ലാം വേറെ രീതിയിലും എഴുതാം. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ആദ്യം ഒരു ഏവറേജ് ലെവലിൽ അറിയുന്ന ക്വസ്റ്റ്യൻ എഴുതുന്നു, പിന്നെ നന്നായിട്ട് ഉത്തരം അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നു, പിന്നെ തീരെ ഉത്തരം അറിയാത്ത C കാറ്റഗറിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ എഴുതും. അങ്ങനെ മാറി മാറി ഇതാ. അപ്പം ഇയാൾ വിചാരിക്കുന്നത് വെച്ചാൽ അയ്യോ ഈ കുട്ടിക്ക് ചിലത് നന്നായിട്ട് അറിയാം, ചിലത് കുറച്ചറിയുള്ളൂ, കുറച്ചറിയുന്നൊക്കെ ശരിയാക്കും, പിന്നെ തീരെ അറിയാത്തുണ്ടെങ്കിൽ അതിനൊരു അല്പം മാർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പകുതി മാർക്കോ അല്ലെങ്കിൽ ഒരു മാർക്കെങ്കിലും ഇട്ട് തരാൻ ആ ടീച്ചറിന് ഒരു ആഗ്രഹം ഉണ്ടാകും. കാരണം ഈ കുട്ടി അത്യാവശ്യം അറിയുന്നവരാണ്, ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ A+ എത്താനൊക്കെ ഒരു സാധ്യതയുണ്ടെന്ന്. ഇനി ഈ ഒരു 5-6 ചാപ്റ്റർ പഠിച്ചൊരു കുട്ടിക്ക് ഈ പറഞ്ഞ കുറച്ചൊക്കെ ചാപ്റ്ററുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പകുതി വരെയൊക്കെ എഴുതാൻ അറിയാവുന്ന അല്ലെങ്കിൽ കുറച്ചൊക്കെ എഴുതാൻ അറിയാവുന്ന ഒരു കുട്ടിക്ക് എന്തായാലും ഒരു 60-നടുത്തൊക്കെ മാർക്ക് എത്തിയിട്ടുണ്ടാവും. 60-നടുത്തൊക്കെ നിങ്ങൾക്ക് മാർക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു 60 മാർക്കൊക്കെ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 10 മാർക്കും കൂടി കിട്ടിയാൽ 70 മാർക്കാണ് നമുക്ക് A+ അല്ലേ, 10 മാർക്കും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ കിട്ടുമല്ലോ. ആ 10 മാർക്ക് എങ്ങനെ തരാം എന്നുള്ളതായിരിക്കും പിന്നെ ഇയാളുടെ ഗവേഷണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയുക മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഓപ്ഷൻസ് ആയിട്ട് വരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് തോന്നി അതിൻ്റെ ഉത്തരം ഈ രീതിയിലാണോ ആ രീതിയിലാണോ ചെയ്യുക, ഈ ഇക്വേഷനാണോ ഉപയോഗിക്കുക അല്ലെ മറ്റേ ഇക്വേഷനാണോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു വരയ്ക്കാനുള്ള ചിത്രമാണെങ്കിൽ അത് ഇന്നർ സർക്കിളാണോ അതോ ഔട്ടർ സർക്കിളാണോ, അതായത് സർക്കം സർക്കിളാണോ, അതായത് അന്തർവൃത്തമാണോ പരിവൃത്തമാണോ, നിങ്ങൾക്ക് കൺഫ്യൂഷനായി. ചില ആൾക്കാർക്ക് ഈ വെർട്ടീസസ് അതായത് കോണിൻ്റെ എന്ത് ചെയ്യുക എല്ലാ വശങ്ങളും ടച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാ കോണുകളും ടച്ച് ചെയ്യുന്നത്, അതുമല്ല ഇപ്പം പറഞ്ഞാൽ സർക്കം റേഡിയൻസ് അതായത് എന്താണ് വ്യാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ ഉള്ളിലാണോ ട്രയാങ്കിൾ വരയ്ക്കേണ്ടത് അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ അകത്താണോ സർക്കിൾ വേണ്ടത് അല്ലെങ്കിൽ സർക്കിളിൻ്റെ അകത്താണോ ട്രയാങ്കിൾ വേണ്ടത്, ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും വരയ്ക്കാൻ അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഇപ്പോൾ ഒരു 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അങ്ങനെയുള്ളതെന്ന് വിചാരിച്ചോ, അത് അന്തർവൃത്തമാണോ പരിവൃത്തമാണോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായി, അതായത് ഇന്നർ സർക്കിളാണോ സർക്കം സർക്കിളാണോ, അത് നിങ്ങൾ എന്ത് വിചാരിച്ചാൽ 19 നമ്പർ ഇട്ടിട്ട് ഒരു പേജിൽ നിങ്ങൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഒരു ഇന്നർ സർക്കിൾ വരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു പേജിൽ നിങ്ങൾ അതേ നമ്പർ ഇട്ടിട്ട് ഒരു ഔട്ടർ സർക്കിളും വരച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നാണല്ലോ ശരി ഉണ്ടാവുക, തീർച്ചയായിട്ടും എന്ത് ചെയ്യും മൂപ്പര് ആ ശരീരത്തിനുള്ളതിന് മാർക്ക് ഇട്ടുതരും. എങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം A+ എത്താനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് മൂപ്പർക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇട്ടു കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കണക്ക് മാഷെന്നല്ല എല്ലാ മാഷന്മാരും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അതേ നമ്പറിലിട്ട് എഴുതി കഴിഞ്ഞാൽ അതിലേറ്റവും പെർഫെക്റ്റ് ഉള്ളതിന് മാർക്ക് ഇട്ടാനാണ് കൂടുതൽ ടീച്ചേഴ്സ് നോക്കുക. അപ്പോൾ സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, സമയമില്ലെങ്കിൽ പിന്നെ അതിനൊന്നും കണ്ട ബാക്കിയുള്ള എഴുതി കഴിഞ്ഞ ശേഷം സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു 1-2 മാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ A+ എത്താനുള്ള സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ ആ അഡീഷണൽ ആയിട്ട് എഴുതിയുള്ളതിന് മാർക്ക് ഇട്ടുന്നുണ്ട് നിങ്ങൾ A+ എത്തിക്കാൻ അവർ നോക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു പെരുമുടായ്പും കൂടി പറഞ്ഞുതരാം, ഒരു സാധ്യത മാത്രമാണ്, പക്ഷേ പലപ്പോഴും അത് കറക്റ്റായിട്ട് വരാറുണ്ട്. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മാഷന്മാർ ഇങ്ങനെ വാരിയേറ്റ് ചെയ്ത് അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. അതായത് ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഈ ടീച്ചേഴ്സ് എന്താ വിചാരിച്ചാൽ ആൻസർ കീ നോക്കി, അവർക്ക് ആൻസർ കീ ഉണ്ടാവും, ആൻസർ കീ നോക്കി ഓരോ ക്വസ്റ്റ്യനും നോക്കിയിട്ടാണ് അവർ ആൻസർ ഇടുക. ആൻസർ എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ് അവർ ആൻസർ ഇടുക. പക്ഷേ 1-2 ദിവസം കഴിഞ്ഞ് അവർക്ക് ആൻസറൊക്കെ ഏകദേശം ബൈഹാർട്ടാവും. അപ്പോൾ നിങ്ങളുടെ പേപ്പർ നിങ്ങളുടെ ഭാഗ്യത്തിന് ഈ 3ാമത്തെ ദിവസമോ അല്ലെങ്കിൽ അവർ ആൻസർ ബൈഹാർട്ടാക്കിയതിന് ശേഷമാണ് നോക്കുന്നതെങ്കിൽ അവർ പിന്നെ ഉത്തരങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു 22ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒരു 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാൽ 22ാമത്തെ അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ 22 നമ്പർ ഇട്ട് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, അതിന് ഫുൾ മാർക്ക് കിട്ടി, മറ്റാൾ മാർക്ക് കിട്ടുന്നു. പിന്നെ നിങ്ങൾക്കൊരു 29ാമത്തെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉത്തരം അറിയൂല, നിങ്ങൾക്ക് ഉത്തരം തെറ്റും, എന്തായാലും നിങ്ങൾ എഴുതിയാൽ തെറ്റും, പൊട്ട തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ, 29 നമ്പർ ഇട്ടിട്ട് ആ 22ാമത്തെ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല ആൻസർ എഴുതി കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 29 തന്നെ നമ്പർ ഇടുക, എന്നിട്ട് 22ാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയല്ലോ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കൊണ്ടിട്ട് എഴുതുക. അപ്പോൾ എന്താ അതിൻ്റെ കാര്യം എന്നറിയോ, ഇവന്മാർ ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൻസർ മാത്രമേ നോക്കുള്ളൂ, നമ്പർ നോക്കൂല. ഓക്കെ, അത് ഒരു കൂടുതൽ ആൾക്കാർ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്പർ നോക്കൂല, ഇതൊരു വൻ തരികടിയാണ്. നിങ്ങൾക്ക്
അറ്റ കൈക്ക് പ്രയോഗിക്കുന്നതാണ് ചിലപ്പോൾ നടക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇവന്മാർ എന്ത് ചെയ്യും നോക്കുമ്പോൾ ഉത്തരം ശരിയാണല്ലോ, ഈ ഉത്തരം മറ്റേ അപ്പോൾ ഇത് ആ സാധനം ഇരിക്കുന്ന വെച്ച് നമ്പറൊന്നും നോക്കാതെ ഇവന്മാർ അതിനും 5 മാർക്ക് ഇട്ടുതരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ വരെ നിങ്ങൾക്ക് തരികിട കളിക്കാൻ കഴിയും. പിന്നെ ഇനി വരയ്ക്കുന്ന കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഇന്നർ സർക്കിൾ അല്ലെങ്കിൽ ഒരു അന്തർവൃത്തം വരയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു പരിവൃത്തം ഒരു ഔട്ടർ സർക്കിൾ വരയ്ക്കാനുണ്ട്, അതല്ലെങ്കിൽ ടാൻജൻസ് എന്തെങ്കിലുമൊക്കെ തൊടുവര വരയ്ക്കാനുണ്ട്. എന്ത് വരയ്ക്കാനുണ്ടെങ്കിലും അതിൻ്റെ ഏകദേശം ഒരു പാറ്റേൺ വന്നാൽ അളവ് തെറ്റിയാൽ പോലും ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 മാർക്കോ 3 മാർക്കോ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും മിനിമം നിങ്ങൾ എന്തെങ്കിലും വരച്ചെങ്കിലും ഇടണം. ഓക്കെ, ഇപ്പോൾ ഒരു ഇന്നർ സർക്കിൾ വരയ്ക്കാനാണെങ്കിൽ അതിലൊരു സർക്കിളും ഒരു ട്രയാങ്കിളും, അത് പുറത്തായാലും അകത്തായാലും ഒരു സർക്കിളും ഒരു ട്രയാങ്കിളും വന്നാൽ തന്നെ, അത് ഏത് അളവ് ആയിക്കോട്ടെ, വന്നാൽ തന്നെ 2 മാർക്ക് നിങ്ങൾക്ക് തരും. ഓക്കെ, അത് അളന്ന് പോലും നോക്കേണ്ട ആവശ്യമില്ല, അത് ശരിയാണോ തെറ്റാണോ ഒന്നും നോക്കണ്ട. ഇങ്ങനെ 2 സാധനം വന്നാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെ ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, A+ കിട്ടാൻ സാധ്യതയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കലാപരിപാടികൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് A+ എത്താൻ കഴിയുമോ ശരാശരിക്കാരനെ. പിന്നെ നന്നായിട്ട് പഠിക്കുന്നവരും എന്ത് വിചാരിച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാത്ത ഒരു ചോദ്യമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഈ പറയുന്ന ടെക്നിക്കെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക. കാരണം വെറുതെ ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ നിങ്ങളുടെ A+ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ പാസ്സാവാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ, ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വളരെ സിമ്പിളാണ് മക്കളെ മാത്സിൽ പാസ്സാവാൻ. 80 മാർക്കിൻ്റെ പരീക്ഷയിൽ നമുക്ക് ഗ്രേസ് മാർക്ക് അല്ല CE മാർക്ക് അടക്കം നമുക്ക് 100 മാർക്കിനാണ് ഉണ്ടാവുക. 20 മാർക്ക് CE മാർക്ക് ഉണ്ടാവുമല്ലോ. ആ 20 മാർക്ക് എല്ലാ മക്കൾക്കും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് 20 മാർക്ക് തന്നെ നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങൾക്ക് തരും. അങ്ങനെ അതിലൊന്നും മാർക്ക് കുറയ്ക്കൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ആ 20 മാർക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി 100 ടോട്ടൽ നിങ്ങൾക്ക് വേണ്ട 30 മാർക്കാണ് ജയിക്കാനും മക്കളെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു 10 മാർക്ക് 80ൽ 10 മാർക്കിന് എഴുതിയിരുത്താൽ മതി. നിങ്ങൾ ചെയ്യേണ്ട അത്രേ ഉള്ളൂ, അരിത്മെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇപ്രാവശ്യം മോഡൽ എക്സാമിനൊക്കെ വന്നിട്ടുണ്ടാവും. 2 മാർക്കിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യനെങ്കിലും ഒന്ന് പഠിക്കാൻ നോക്കുക. അതായത് AP നിന്ന് ഏകദേശം ഫസ്റ്റത്തെ ചാപ്റ്ററിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-12 മാർക്കിനോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 12-14 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട് സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞ ഫസ്റ്റത്തെ ചാപ്റ്ററിന്. അപ്പോൾ അതിൽ നിന്ന് ഒരു ശരാശരിയിലും താഴ്ന്ന കുട്ടിക്ക് പോലും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ 8-ാം പദമോ അല്ലെങ്കിൽ ആദ്യ പദമോ അവസാന പദം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കൺസെപ്റ്റുകളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻസ് എങ്കിലും ഒന്ന് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ തന്നെ ഒരു എന്ത് ചെയ്യും, ഒരു 2 മാർക്കെങ്കിലും ആ ടോപ്പിക്കിന് ഈ 14 മാർക്കിൽ 2 മാർക്കെങ്കിലും നേടാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ കൺസ്ട്രക്ഷൻ. ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഏറ്റവും മിനിമം ഒരു അന്തർവൃത്തവും പരിവൃത്തവും വരയ്ക്കുന്നതെങ്കിലും പഠിച്ചു വെക്കാം. വളരെ സിമ്പിളാണ്. നമ്മുടെ ഇതിൽ ചാനലിൽ അരുൺ മാഷ് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 2 വീഡിയോ ഉണ്ട്. ആ 2 വീഡിയോ കണ്ടാൽ തന്നെ കൺസ്ട്രക്ഷനിലെ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മിനിമം ഒരു 10 മാർക്കെങ്കിലും നിങ്ങൾക്ക് ആ 2 വീഡിയോ കണ്ടാൽ കിട്ടും. അതൊന്നും ശതമാനം ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോകൾ നിങ്ങളൊന്ന് കാണാം. അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവര കണക്ക്, അതിൽ നിന്നും ഏതാണ്ട് 7 മാർക്കിനോളം ചോദ്യം വരുന്നുണ്ട്. 5-6 മാർക്കിന് നമ്മുടെ പ്രോബബിലിറ്റി, അതായത് എന്താ പറയുക, സാധ്യതകളുടെ ഗണിതം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ശരാശരിക്കാരന് വരെ വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അല്ല 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് കൺസ്ട്രക്ഷൻസ്, അതേപോലെ തന്നെ മറ്റൊന്ന് ഈ പറഞ്ഞിട്ടുള്ള സമാന്തര ശ്രേണികളിലെ കുറച്ച് ഭാഗങ്ങൾ. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിൽ വരുന്ന കാര്യങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ അടുത്തത് സാധ്യതകളുടെ ഗണിതം, അതായത് പ്രോബബിലിറ്റി, പിന്നെ സ്ഥിതിവിവര കണക്ക്, അതായത് സ്റ്റാറ്റി. ഈ 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 10 മാർക്കല്ല, നിങ്ങൾക്കൊരു 30 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും. 30 + 20 എന്ന് പറഞ്ഞാൽ 50 മാർക്ക് C+ ആണ്. അപ്പോൾ ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് ഇനിയുള്ള ഈ ഒരു 10, 18 അല്ലെങ്കിൽ 24, 48 മണിക്കൂർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 50 മാർക്ക് നിങ്ങൾക്ക് മാത്സിൽ, അതായത് 100ൽ 50 മാർക്ക് എന്ന് പറഞ്ഞാൽ C+ ഗ്രേഡിലേക്ക് എത്താൻ വരെ കഴിയും. ഇനി അതുപോലും അറിയാത്ത, ഒരു അടുപ്പും അറിയാത്ത കുട്ടികളാണെങ്കിൽ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞ മാതിരി ചിത്രങ്ങൾ വരില്ലേ, എല്ലാ ചിത്രത്തിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ സർക്കിൾസിൽ അന്തർവൃത്തം പരിവൃത്തം എന്നൊക്കെയുള്ള സാധനമാണെങ്കിൽ, ഇന്ന സർക്കിൾ സർക്കിൾ എന്നൊക്കെ ആണെങ്കിൽ സർക്കിളും അതേപോലെ തന്നെ ട്രയാങ്കിളും എന്ത് ചെയ്യുക, ഒരു 2-3 തവണ ഒന്ന് പുറത്തും വരച്ചെടുക്കും, ഒന്ന് അകത്തും വരച്ചെടുക്കുക. ആ സാധനങ്ങൾ ചിത്രങ്ങളൊന്ന് കാണാതെ വീട്ടിൽ നിന്ന് പഠിച്ചെങ്കിലും പോവാം. ഓക്കെ, നിങ്ങൾ വീട്ടിൽ നിന്ന് കാണാതെ പഠിച്ചു പോയിക്കോളി. എന്തെങ്കിലും സാധനം നോക്കിക്കാണ്ട് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിൽ ഒരു ചിത്രം ആ ചാപ്റ്ററിൽ നിന്ന് വരച്ച് പഠിക്കുക. എന്നിട്ട് അത് തന്നെ അങ്ങോട്ട് ഈ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ നമ്പർ ഏതാണോ ആ ക്വസ്റ്റ്യനിൽ ഇതങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ 2-3 സ്ഥലത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഔട്ടർ സർക്കിൾ ഇന്നർ സർക്കിളൊക്കെ ഒന്ന് മാറ്റിങ്ങാണ്ട് എന്ത് ചെയ്യുക, ഒന്ന് വരച്ചെടുക്കുക, 2-3 തവണ വരയ്ക്കുക. ഏതെങ്കിലും ഒന്ന് അതിൽ ശരിയാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 20ാമത്തെ ക്വസ്റ്റ്യൻ ഇന്നർ സർക്കിൾ വരയ്ക്കാനാണെന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കാണാതെ പഠിച്ചു വന്ന ഒരു ഔട്ടർ സർക്കിളാണ് 20ാമത്തത് ആദ്യം വരച്ച് വിചാരിച്ചോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്ത് പേജിൽ ഇതേ 20 നമ്പർ ഇട്ട് ഇന്നർ സർക്കിളും കൂടി വരയ്ക്കുക. അപ്പം പിന്നെ എന്താ, ഏതെങ്കിലും ഒന്നും ശരിയാവുമല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് 2-ന് മാർക്ക് കിട്ടും. ഏതെങ്കിലും മറന്നു പോകണ മാഷന്മാരാണ് നോക്കണമെങ്കിൽ. ചില ആൾക്കാർ അങ്ങനെ കറക്റ്റായിട്ട് നോക്കട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പം എന്ത് ചെയ്യും,
ഇവിടെ ഒരു 2 മാർക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരയ്ക്കാനുള്ള എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വരച്ചിട്ടാൽ തന്നെ ഏറ്റവും മിനിമം 1 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. 5 മാർക്കിൻ്റെതാണെങ്കിൽ ആ വരയ്ക്കാനുള്ള അറ്റംപ്റ്റിൻ്റെ പേരിൽ 2 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഏകദേശം അടുത്തും കൂടി പോയാൽ മതി. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് 2 3 മാർക്ക് വരയ്ക്കുന്നതിന് കിട്ടും. പിന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് അറ്റൻഡ് ചെയ്ത് കണ്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങളെ കൊണ്ട് ശരിയാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു 5 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു 3 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ അതിൻ്റെ അറ്റംപ്റ്റ് ചെയ്തു വെക്കുക. അതേപോലെ തന്നെ ഇക്വേഷൻസ് ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രിയിലായാലും അതേപോലെ തന്നെ പോളിനോമിയലിലായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് AP-യിലായാലും ഇതിലൊക്കെയുള്ള ഇക്വേഷൻസ് എങ്കിലും ട്രിഗ്നോമെട്രി ട്രിഗോണോമെട്രിയിലൊക്കെ ഇക്വേഷൻസ്, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് എങ്കിലും ആ ചോദ്യത്തിൻ്റെ ഭാഗത്തൊന്ന് എഴുതി വെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് എങ്ങനെയെങ്കിലും അവർ എത്തിച്ചു തരും. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു 8 മാർക്ക് വരെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ എഴുതിയിട്ട് എങ്ങനെയെങ്കിലും ഒരു 8 മാർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ബാക്കി 2 മാർക്ക് എങ്ങനെയെങ്കിലും ഉന്തി തള്ളിയിട്ട് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കയ്യെങ്കിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസ് വരെ എന്തെങ്കിലും കാട്ടിയിട്ട് അറ്റൻഡ് ചെയ്തൊക്കെ അങ്ങനെ ചെയ്തു വെച്ചാൽ എങ്ങനെയെങ്കിലും നിങ്ങൾ ഉന്തി തള്ളിയിട്ട് 8 മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബാക്കി ഒരു 1.5-2 മാർക്ക് എങ്ങനെയെങ്കിലും അവർ ഉന്തി തള്ളിയിട്ട് എത്തിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇത്രയെങ്കിലും ഒന്നും അറിയാത്ത കുട്ടികൾ ചെയ്യാം. പിന്നെ വരയ്ക്കുന്ന കാര്യങ്ങൾ നല്ല A+ കിട്ടുന്ന കുട്ടികളാണെങ്കിലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വരയ്ക്കുമ്പോൾ സർക്കിളായാലും എന്തായാലും ഒറ്റ വര മാത്രം വരയ്ക്കുക. കുറേ വരച്ചിട്ട് കറപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. 2-3 തവണയൊക്കെ വരച്ച് കഴിഞ്ഞാൽ അത് ചിത്രത്തിൻ്റെ പെർഫെക്ഷനെ ബാധിക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇംപ്രഷനൊക്കെ കുറയാനോ ചിലപ്പോൾ ഒരു മാർക്കൊക്കെ കുറയാനൊക്കെ കാരണമാവും. അപ്പോൾ അങ്ങനെ ഒന്ന് കൂടുതൽ തവണ വരയ്ക്കാനും നിൽക്കേണ്ട, ഒരൊറ്റ വര വരച്ചാൽ മതി. ഓക്കെ, കൂടുതൽ വൃത്തികേടാക്കിയത് കഴിയുന്നതും പേപ്പർ പെർഫെക്റ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമൊക്കെയാണ് മാത്സിൻ്റെ കാര്യത്തിലുള്ള ടൈപ്പുകൾ. ഇത്ര ചെയ്യാനേ കഴിയുള്ളൂ. ബാക്കിയുള്ള മാത്സിൻ്റെ കാര്യത്തിൽ പഠിക്കണം. അറിയാമല്ലോ, 10ാം ക്ലാസ്സിലെ പരീക്ഷകളിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് നോക്കുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റാണ് മാത്സ്. അതിലൊന്നും ആർക്കും തർക്കമില്ലാത്തതാണ്. പക്ഷെ അതിൽ ഇത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഏവറേജ് കാരണം വേണമെങ്കിൽ A+ നേടാം. ഓക്കെ, ഈ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് എന്തൊക്കെയോ പഠിക്കുന്നു എന്നിട്ട് പഠിച്ചത് മാത്രം എഴുതിയേക്കുന്നു, പഠിക്കാത്തതൊന്നും എഴുതുന്നില്ല. അതേപോലെ തന്നെ ഒരു തരികിട പരിപാടിയും പ്രയോഗിക്കുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് അർഹതയുണ്ടായിരുന്നിട്ടും ചില കുട്ടികൾക്ക് A+ കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനത്തെ തരികിടകൾ കളിച്ചാലേ മക്കളെ നമുക്ക് A+ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം പഠിക്കണം, പഠിപ്പിൻ്റെ കൂടെ കുറച്ച് ഉടായ്പും കൂടി പ്രയോഗിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് A+ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.